السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أنت تطلع بيننا في الكواكب كالبدر بل وأشرف منه يا سيدي خير النبي. جل الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي. പ്രിയപ്പെട്ട ശൈഖുന ഉസ്താദ് അവർകൾ, മറ്റു എൻ്റെ സദസ്സിൽ വേദിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുത്തഅല്ലിമുകളായ സുഹൃത്തുക്കളെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് സലാനി ഫെസ്റ്റിലാണ്. ഈ പ്രൗഢമായ ഒരു സദസ്സിൽ മഹബത്ത് നബിയെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. വിശ്വാസികളുടെ അന്തരംഗം പ്രശോഭിതമാകുന്ന സ്നേഹകിരണത്തിന്റെ സ്രോതസ്സാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ആ ദിവ്യ സ്രോതസ്സായിരിക്കണം വിശ്വാസികളുടെ ഹൃദയാഭിമുഖം. ആ സത്യ തേജസ്സുമായി ഹൃദയത്തെ ബന്ധിപ്പിച്ച് നിർത്തുന്നതിനുള്ള ഉത്തമ ഉപാധിയാണ് വിശ്വാസികളുടെ കറകളഞ്ഞ പ്രേമവും പ്രകീർത്തനവും. നിങ്ങൾക്കറിയില്ലേ, ഈ ലോകത്തിന്റെ നേതാവ് അങ്ങ് മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ നേതാവ് മുഹമ്മദിനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഅ്മിനായ നമ്മുടെ അടുക്കൽ അവരെ സ്നേഹിക്കൽ മുഅ്മിനായ നമ്മുടെ അടുക്കൽ ബാധ്യതയുള്ള ഒരു കാര്യമാണ്. മുഅ്മിനായ നമ്മുടെ അടുക്കൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മൗലിക ഘടകമായി നടപ്പിലാക്കിയിട്ടുണ്ട്. മനുഷ്യന്റെ പ്രഥമവും അവാച്യവുമായ സ്നേഹം അള്ളാഹുവിനോടായിരിക്കണം. രണ്ടാമതായി സ്നേഹിക്കേണ്ടത് അവിടുത്തെ റസൂലിനോടായിരിക്കണം. പ്രവാചകർ അതിരറ്റ് സ്നേഹിച്ചവരായിരുന്നു സ്വഹാബികള്. അവർക്ക് വേണ്ടി ജീവിതം പോലും സമർപ്പിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു നിമിഷം കാണാതിരുന്നാൽ പോലും, അല്പം താമസിച്ചാൽ പോലും ചില സ്വഹാബികൾ പൊട്ടിക്കരയുമായിരുന്നു. എന്റെ നബി എവിടെ പോയി, എന്റെ തങ്ങൾ എവിടെ പോയി, ഇതുവരെയായിട്ട് കണ്ടിട്ടില്ലല്ലോ എന്ന് അവലാതിപ്പെട്ടുകൊണ്ട് ചില സ്വഹാബികൾ പൊട്ടിക്കരയുമായിരുന്നു. അങ്ങനെ ഇമാം ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മുശ്രിക്കുകളുടെ പ്രതിനിധി ഉർവത്ത് ഇബ്നു മസ്ഊദ് വിവരിക്കുന്നതായി കാണാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാർക്കിച്ച് തുപ്പുന്നത് വരെ വളരെ ആദരപൂർവ്വം ഏറ്റുവാങ്ങി സ്വഹാബികൾ ദേഹത്തും ശരീരത്തും പുരട്ടുന്നതായി കാണുകയും അതുപോലെ തന്നെ അംഗസ്നാനം ചെയ്ത ബാക്കിയുള്ള വെള്ളത്തിന് വേണ്ടി സ്വഹാബികൾ തിക്കും തിരക്കും കൂട്ടുന്നതായി ഞാൻ കാണുകയുണ്ടായി. അങ്ങനെ ഉറവത്ത് ചെന്ന് മടങ്ങി ജനങ്ങളോട് പറയുകയാണ്, ഓ എന്റെ ജനങ്ങളെ, ഞാൻ കിസ്റയുടെയും കൈസറിന്റെയും നജാശികളുടെയും പ്രതിനിധിയായി നിന്നിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ അനുയായികൾ ആദരിക്കുന്നത് പോലെ മറ്റു രാജാക്കന്മാർ ആദരിക്കുന്നതായി ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അവിടുത്തെ തുപ്പുനീര് ദാഹജലമായും ഭക്ഷണമായും സ്വഹാബികൾ ധാരാളം ഉപയോഗിച്ചതായി ഹദീസിൽ കാണാം. ആരാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു? തന്റെ ജീവിതം പോലും പണയം വെച്ചവരായിരുന്നു. തങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം പോലും പണയം വെച്ചവരായിരുന്നു. കരുമരത്തിൽ കുറുക്കിയ കൊലക്കയർ ചൂണ്ടിക്കൊണ്ട് ശത്രുക്കൾ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായി, നിന്റെ ഈ ദുർഗതി തങ്ങൾക്ക് വരുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ
സെയ്ദ് റളിയല്ലാഹു അൻഹു പക്ഷേ അതേ എന്ന് മറുപടി പറയുകയാണെങ്കിൽ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയേക്കാം. എന്നാൽ തങ്ങളോടുള്ള അദമ്യമായ പ്രേമം കാരണത്താൽ, തങ്ങളോടുള്ള അദമ്യമായ സ്നേഹം കാരണത്താൽ സ്വന്തം ജീവനിലുള്ള ആഗ്രഹം മറന്നുകൊണ്ടുപോയി. അവിടുന്ന് ശത്രുക്കളോട് പറയുകയാണ്, ഇല്ല ഇല്ല, ഒരിക്കലുമില്ല, എന്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ളു കറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവര് കാണിച്ചു തന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.